ഒന്നിൽ കൂടുതൽ വ്യക്തികളാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് പാർട്ണർഷിപ്പായിട്ട് രജിസ്റ്റർ ചെയ്യാം. പാർട്ണർഷിപ്പായിട്ട് രജിസ്റ്റർ ചെയ്തതോടുകൂടി ഈ ഒരു സ്ഥാപനത്തിന്റെ ബാധ്യത എന്നുള്ളത് എല്ലാ പാർട്ട്നേഴ്സിലോട്ടും വന്നു. അതല്ലെങ്കിൽ ഇൻ കേസ് ഒരു വലിയൊരു ഫൈനോ കാര്യങ്ങളോ അതല്ലെങ്കിൽ വലിയൊരു നഷ്ടം വന്നു കഴിഞ്ഞാൽ മേ ബി അത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമായിട്ട് അത് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പാർട്ണർഷിപ്പായിട്ട് രജിസ്റ്റർ ചെയ്യാം. പാർട്ണർഷിപ്പായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു 5000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ പാർട്ണർഷിപ്പിന്റെ ഡീഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അത് കേരളത്തിലാണെങ്കിൽ ഓരോ സ്റ്റേറ്റിനും സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ വ്യത്യാസം ഉണ്ടാവും. കേരളത്തിലാണെങ്കിൽ 5000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ പാർട്ണർഷിപ്പിന്റെ ഡീഡ് പ്രിപ്പയർ ചെയ്യുക. അതിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സിന്റെ പേരുണ്ടാവണം, എത്രയാണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കൊണ്ടുവന്നത്, എത്രയാണ് പ്രോഫിറ്റിന്റെ ഷെയറിംഗ് റേഷ്യോ, സ്ഥാപനത്തിന്റെ പേരെന്താണ്, സ്ഥാപനത്തിന്റെ അഡ്രസ് എന്താണ്, ഇൻ കേസ് ഒരു പാർട്ണർ മരണപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം വെരി ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് ഒരു പാർട്ണർഷിപ്പിന്റെ ഡീഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഘട്ടം. അത് വെച്ചിട്ട് ഒരു പാൻ കാർഡിന് അപേക്ഷിക്കുക. ഈ ഒരു പാൻ കാർഡ് വെച്ചിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇവിടെ പല ആളുകളും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് പാർട്ണർഷിപ്പിന്റെ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത്. ഇത് പല ആളുകളും ചെയ്യാറില്ല. നമുക്ക് ആക്ച്വലി പാർട്ണർഷിപ്പിന്റെ അതായത് ഒരു പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്, അത് ലീഗലി മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആക്ച്വലി പാർട്ണർഷിപ്പിന്റെ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. രജിസ്റ്റർ ചെയ്യാതെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഉണ്ടാവും. രജിസ്റ്റർ ചെയ്യാതെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരു പ്രശ്നത്തിലോട്ട് വരുന്നത് പാർട്ട്നേഴ്സ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, അത് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്താണ്. ഇതിന് ലീഗലി പോകുന്ന സമയത്ത് പല പ്രശ്നങ്ങൾ വരാൻ സാധ്യത. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പാർട്ണർഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം അത് രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. മേ ബി നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ചെറിയൊരു എമൗണ്ട് അഡീഷണലി വരും. കാരണം ഇതിന് ഗവൺമെന്റ് ഫീസ് ഏകദേശം ഒരു 2000 വരുന്നുണ്ട്. പ്ലസ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അഡ്വക്കേറ്റ് തുടങ്ങിയ ആളുകൾക്കാണ് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പെൻസ് നിങ്ങൾക്ക് എക്സ്ട്രാ വരും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഇത് രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യുകയാണ്.